ഓക്കെ, അപ്പൊ നമുക്ക് നമ്പർ സിസ്റ്റം ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഫ്രം ദ ബേസ് ആണ് എല്ലാ ടോപ്പിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ ബിടെക്കിന് പഠിച്ചുകൊണ്ട് പലർക്കും അതിനെപ്പറ്റി പല അറിവ് ഉണ്ടാവാം. പക്ഷെ നമുക്ക് ഫ്രം ദ ബേസ് സ്റ്റാർട്ട് ചെയ്യാം, കാരണം ഒട്ടും അറിയാത്തവരും ഉണ്ടാവാം. അപ്പോൾ നമുക്ക് അതിന്റെ ഏറ്റവും ബേസിൽ നിന്ന് തുടങ്ങി പഠിക്കുന്നതാണ് നല്ലത്. അപ്പൊ അങ്ങനെയായിരിക്കും നമ്മൾ ക്ലാസ് പോവാം. അപ്പൊ നമ്പർ സിസ്റ്റത്തിലോട്ട് ഇനി വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 നമ്പർ സിസ്റ്റം ആണ് പ്രധാനമായിട്ടുള്ളത്. ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ, ഹെക്സാഡെസിമൽ. അപ്പം ഓരോ നമ്പർ സിസ്റ്റത്തിനും അതിന്റെ ഒരു ബേസ് ഉണ്ട്. ബേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ നമ്പർ സിസ്റ്റത്തിൽ എത്ര സിമ്പിൾ, നമ്മൾ ഇനി ആ നമ്പർ സിസ്റ്റങ്ങൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാവും കൂടുതൽ. ബേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ നമ്പർ സിസ്റ്റത്തിൽ എത്ര ഡിജിറ്റ് അല്ലെങ്കിൽ എത്ര സിമ്പിൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ്. അപ്പൊ ബൈനറിയിലാണെങ്കിൽ നമുക്കറിയാം ആകെ 2 സിമ്പിൾസേ ഉള്ളൂ, അവിടെ 1ഉം 0യും. അപ്പൊ അതിന്റെ ബേസ് 2 ആണ്. ബേസ് അല്ലെങ്കിൽ അതിനെ റാഡിക്സ് എന്ന് വിളിക്കാറുണ്ട്. ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ എത്ര സിമ്പിൾസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ 2 സിമ്പിൾസേ ഉള്ളൂ, 1ഉം 0യും. അപ്പൊ അതിന്റെ ബേസ് 2 ആണ്. അതുപോലെ ഒക്ടൽ നമ്പർ സിസ്റ്റം ഉണ്ട്, നമ്മൾ ഇനി പഠിക്കും. ഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്. നമ്മൾ പണ്ട് തൊട്ടേ ഉപയോഗിച്ച് വരുന്ന നമ്പർ സിസ്റ്റം ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അതായത് നമ്മുടെ 0 to 9 വരുന്ന സിമ്പിൾസ് 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഈ സിമ്പിൾസ് ഉപയോഗിച്ച് നമ്മൾ എഴുതുന്ന നമ്പർ സിസ്റ്റം ആണ്. അപ്പൊ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. അപ്പൊ അതിൽ 10 സിമ്പിൾസ് ആണ് വരുന്നത്, 0 to 9. അപ്പൊ അതിന്റെ ബേസ് 10. അതേപോലെ ഹെക്സാഡെസിമൽ. അപ്പൊ അങ്ങനെ 4 നമ്പർ സിസ്റ്റം. അതിന്റെ ഓരോ നമ്പർ സിസ്റ്റത്തിന്റെയും ബേസ് ആണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ അപ്പൊ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത്, അതിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ആ നമ്പർ സിസ്റ്റത്തിൽ, ഒരു നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ആ നമ്പർ സിസ്റ്റത്തിൽ എത്ര യുണീക് സിമ്പിൾസ് അല്ലെങ്കിൽ എത്ര യുണീക് ഡിജിറ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ് ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ്. നമുക്ക് ആദ്യം ഡെസിമൽ നമ്പർ സിസ്റ്റം നോക്കാം. ഡെസിമൽ നമ്പർ സിസ്റ്റം അത്ര ഇമ്പോർട്ടന്റ് അല്ല, കാരണം നമ്മളത് കോമൺലി യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ആണ്. പക്ഷെ നമുക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസിക് കൺസെപ്റ്റ് മനസ്സിലായാലേ നമുക്ക് ബാക്കിയുള്ള നമ്പർ സിസ്റ്റം എന്താന്നുള്ള ഐഡിയ കിട്ടുള്ളൂ. അപ്പൊ ഇത് നമുക്ക് നോർമലി അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ കാണുക. പക്ഷെ അതിന്റെ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ബാക്കിയുള്ള നമ്പർ സിസ്റ്റത്തിലോട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെസിമൽ നമ്പർ സിസ്റ്റം ഒരു ബേസ് 10 നമ്പർ സിസ്റ്റം ആണ്. അതായത് അവിടെ 10 സിമ്പിൾസ് ആണ് വരുന്നത്. ഏതൊക്കെയാണ് ആ 10 സിമ്പിൾസ് അല്ലെങ്കിൽ ഡിജിറ്റ്സ്? 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഈ 10 സിമ്പിൾസ് ഉപയോഗിച്ചാണ് ഇതിൽ വരുന്ന എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളൊരു എക്സാമ്പിൾ എടുത്താൽ 79, അവിടെ 7ഉം 9ഉം ആണ് വരുന്നത് സിമ്പിൾസ്. നിങ്ങൾ ഏത് നമ്പർ എടുത്താലും ഈ പറഞ്ഞ 10 സിമ്പിൾസ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ നമ്പർ സിസ്റ്റം ആ നമ്പർ ഉണ്ടാക്കിയിരിക്കും. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് നോക്കാം. എക്സാമ്പിൾ ആയിട്ട് എടുക്കാവുന്ന നമ്പർ 3586. 3586.265. അപ്പൊ ഇതൊരു ഡെസിമൽ നമ്പറാണ്. അപ്പൊ നമ്മൾ നമ്പർ സിസ്റ്റം ഏതാന്ന് കാണിക്കാൻ വേണ്ടി ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിന്റെ സൈഡിൽ നമ്മൾ അതിന്റെ ബേസ് എഴുതാറുണ്ട്. അപ്പൊ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത് ബേസ് 10 വരുന്ന നമ്പർ സിസ്റ്റം ആണ്, അതായത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. അപ്പൊ നമ്മളിത് നോർമലി ഇതിനെ വായിക്കുന്നത് 3586.265 എന്നാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വായിക്കുന്നത്? നമുക്കറിയാം ഓരോ നമ്പറിനും ഒരു പൊസിഷണൽ വെയിറ്റ് ഉണ്ട്. അതായത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. 6 എന്ന് പറയുന്നത് യൂണിറ്റ് പ്ലേസ് ആണ്, 8 എന്ന് പറയുന്നത് 10th പ്ലേസ് ആണ്, 5 എന്ന് പറയുന്നത് അതിന്റെ 100th പ്ലേസ് ആണ്, 3 എന്ന് പറയുന്നത് 1000th പ്ലേസ് ആണ്. അപ്പൊ ഈ ഓരോ പൊസിഷനും അതിൻ്റെതായ വെയിറ്റ് ഉള്ളത് കൊണ്ടാണ് ഇത് 3586 ആയത്. അപ്പൊ എന്താണ് നമുക്ക് അതിന്റെ വെയിറ്റ് നോക്കാം. അപ്പൊ 3 എന്ന് പറയുന്ന പൊസിഷന്റെ വെയിറ്റ് 1000 ആണ്. 1000 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10⁻³ ആണ്. 5 എന്ന് പറയുന്ന നമ്പർ അതിന്റെ 100th പ്ലേസിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 3500 എന്ന് പറയുന്നത്. അപ്പൊ 100 എന്ന് പറയുന്നത് 10⁻² ആണ്. 10⁻³ എന്ന് വെച്ചാൽ 10 × 10 × 10. അപ്പൊ 10⁻³ 1000 വന്നു. 5ന്റെ പൊസിഷണൽ വെയിറ്റ് എന്ന് പറയുന്നത് 5ന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 10⁻² ആണ്. ഇനി 8 എന്ന് പറയുന്നത് 10th പ്ലേസിലാണ് ഇരിക്കുന്നത്. 10th പ്ലേസ് എന്ന് പറഞ്ഞാൽ 10⁻1, ഒരു 10 അല്ലേ ഉള്ളൂ. ഇനി 6 എന്ന് പറയുന്നത് യൂണിറ്റ് പ്ലേസ് ആണ്. യൂണിറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1. അപ്പൊ 1നെ നമുക്ക് 10⁻0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. എനി നമ്പർ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. 10⁻0, 8⁻0, 16⁻0 എല്ലാം 1 ആണ്. അപ്പൊ നമുക്ക് യൂണിറ്റ് പ്ലേസ് ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടി 10⁻0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമ്മൾ കാണുന്നത് ഓരോ നമ്പറിനും ഒരു പൊസിഷണൽ വെയിറ്റ് എന്ന് നമ്മൾ പറയുക. അതിന് ഓരോ പൊസിഷന് ഒരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നത് യൂണിറ്റ് പ്ലേസ്, 10th പ്ലേസ്, 100th പ്ലേസ്,
1000 പ്ലേസ് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ അതിനെ 10ന്റെ പവർ ആക്കി എഴുതാം നമുക്ക് ഓരോ പൊസിഷനെയും. അപ്പൊ ഇത് 10⁻0 വരും. 10th പ്ലേസ് എന്ന് പറഞ്ഞാൽ 10⁻1, 100th പ്ലേസ് എന്ന് പറയുന്നത് 10⁻2, 1000th പ്ലേസ് എന്ന് പറയുന്നത് 10⁻3. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണ് നമ്മുടെ ഡെസിമൽ പോയിന്റ്. ഡെസിമൽ പോയിന്റിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോകും തോറും 10ന്റെ ഓരോ പവർ കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം 0. ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് 10⁻0 ആണ്. പിന്നെ അടുത്ത 10ന്റെ പോസിറ്റീവ് പവർ 10⁻1, 10⁻2, 10⁻3. ഇനി ഒരു വാല്യൂ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് 10⁻4 ആയിരിക്കും അതിന്റെ പൊസിഷൻ വരിക. അപ്പൊ നമുക്കറിയാം, അപ്പൊ നമ്മൾക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകും തോറും 10ന്റെ പോസിറ്റീവ് പവേഴ്സ് ആണ് ഓരോ പൊസിഷന്റെയും വെയിറ്റ് വരിക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡെസിമലിന്റെ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ എന്തായിരിക്കും വരിക? 10ന്റെ നെഗറ്റീവ് പവേഴ്സ് ആയിരിക്കും വരിക. 10ന്റെ നെഗറ്റീവ് പവേഴ്സ് എന്ന് പറയുമ്പോൾ 10⁻1, 10⁻2, ലാസ്റ്റ് വരുന്നത് 5 ആണ്. അത് 10⁻3 ആണ്. ഇതെന്തോന്നുള്ളത് നമുക്ക് നോക്കാം, ചെയ്യുമ്പോൾ മനസ്സിലാവട്ടോ. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു ഡെസിമൽ നമ്പറിന്റെ ഡെസിമൽ പോയിന്റിന്റെ റൈറ്റ് സൈഡിലോട്ട് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ 10ന്റെ നെഗറ്റീവ് പവേഴ്സ് ആയിരിക്കും വരിക. ലെഫ്റ്റ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ 10ന്റെ പോസിറ്റീവ് പവേഴ്സ് ആണ് വരിക. ഇനി ഈ വാല്യൂ എങ്ങനെയാ വന്നതെന്ന്, ഈ 3586 എന്ന വാല്യൂ, അതായത് നിങ്ങൾ ശരിക്കും നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ 4 സിമ്പിൾ അടുപ്പിച്ച് എഴുതി 3586. ഈ 3586 3586 ആവാൻ കാരണം ഇതിന് ഓരോ പൊസിഷനും ഒരു വെയിറ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അതെങ്ങനെയാ വരുന്നത്? ആ ഓരോ പൊസിഷനെ നമ്മൾ ആ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 ഇൻറ്റു അതിന്റെ പൊസിഷണൽ വെയിറ്റ് 10⁻3. അടുത്ത വരുന്ന നമ്പർ 5 ആണ്. 5ന്റെ പൊസിഷണൽ വെയിറ്റ് 5 ഇൻറ്റു 10⁻2. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഓരോ ഡിജിറ്റിനെയും അതിന്റെ പൊസിഷണൽ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 8ന്റെ പൊസിഷണൽ വെയിറ്റ് എന്താണ്? 10⁻1. 6ന്റെ പൊസിഷണൽ വെയിറ്റ് 10⁻0. പിന്നെ വരുന്ന 2 ആണ്. 2ന്റെ പൊസിഷണൽ വെയിറ്റ് ഞാൻ പറഞ്ഞു ഡെസിമൽ പോയിന്റിന്റെ റൈറ്റ് സൈഡിലോട്ട് നെഗറ്റീവ് പവേഴ്സ് ആയിരിക്കും. അപ്പൊ 10⁻1 പ്ലസ് 6ന്റെ പവർ 10⁻2 പ്ലസ് 5ന്റെ പവർ 10⁻3. ഇനി 3 ഇൻറ്റു 10⁻3 എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പൊ 3 ഇൻറ്റു 1000 3000 പ്ലസ് 10⁻2 എന്ന് പറയുന്നത് 100 ആണ്. 5 ഇൻറ്റു 100 500. 8 ഇൻറ്റു 10 80 പ്ലസ് 6 10⁻0 1 ആണ്. യൂണിറ്റ് പ്ലേസ് അല്ലേ, അപ്പൊ അതിന്റെ പൊസിഷൻ 10⁻0 ആണ് എന്ന് പറഞ്ഞാൽ 1. 6 ഇൻറ്റു 1 6 വരും. ഇനി 10⁻1 എന്ന് പറയുന്നത് 0.1 ആണ്. 10⁻2 എന്ന് പറയുന്നത് 0.01 ആണ്. 10⁻3 എന്ന് പറയുന്നത് 0.001 ആണ്. ഓക്കെ, അപ്പൊ 2 ഇൻറ്റു 0.1 എന്ന് പറയുന്നത് 0.2. 6 ഇൻറ്റു 0.01 എന്ന് പറയുന്നത് 0.06 പ്ലസ് 5 ഇൻറ്റു 0.001 എന്ന് പറയുന്നത് 0.005. ഇത് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ എല്ലാ ടേംസോടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 3586.26 ആയിരിക്കും. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാകുന്നത് ഒരു ഡെസിമൽ നമ്പറിന്റെ ഓരോ പൊസിഷനും ഒരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 10ന്റെ പവേഴ്സ് ആണ്. ഈ 10 എവിടെ നിന്ന് വന്നു? നമ്മൾ ഓരോ പൊസിഷന്റെയും വെയിറ്റ് 10ന്റെ പവേഴ്സ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ 10 എടുക്കാൻ കാരണം ഈ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 10 ആയതുകൊണ്ട്. ഓക്കെ, ഈ ഓരോ കൺസെപ്റ്റ് നമുക്ക് പുതിയ നമ്പർ സിസ്റ്റങ്ങൾ പഠിക്കുമ്പോൾ ആവശ്യമാണ്. അപ്പൊ നമ്മളൊരു ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ് എടുത്തത്, അതിന്റെ ബേസ് 10 ആണ്. ഓരോ പൊസിഷനും ഒരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് എന്ന് പറയുന്നത് 10ന്റെ പവേഴ്സ് ആയിരിക്കും, അഥവാ ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസിന്റെ പവേഴ്സ് ആയിരിക്കും. അത് തന്നെ നമ്മൾ കാണുന്നത് ഡെസിമൽ പോയിന്റിന്റെ റൈറ്റ് സൈഡിലോട്ട് പോയാൽ 10ന്റെ നെഗറ്റീവ് പവേഴ്സും, ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോയാൽ 10ന്റെ പോസിറ്റീവ് പവേഴ്സ്. അപ്പൊ ഈ ഓരോ വെയിറ്റ് കൊണ്ട് ആ ഓരോ ഡിജിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടി എഴുതുമ്പോഴാണ് നമുക്ക് ആ ഡിജിറ്റിന്റെ യഥാർത്ഥ വാല്യൂയിലോട്ട് അറൈവ് ചെയ്യുന്നത്. അത്രയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കാനുള്ളത്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ പറ്റി. പക്ഷെ നമുക്ക് ഇത് വെച്ചിട്ട് വേണം ബാക്കിയുള്ള നമ്പർ സിസ്റ്റങ്ങൾ പഠിക്കാൻ. അപ്പൊ ഇവിടെ ഓരോ പൊസിഷനും ഒരു വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ പൊസിഷന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 10ന്റെ നെഗറ്റീവ് പവേഴ്സ് ആണ്. 10ന്റെ പവേഴ്സ് ആയിരിക്കും. അത് ലെഫ്റ്റ് സൈഡിലോട്ട് നെഗറ്റീവ് പവേഴ്സും റൈറ്റ് സൈഡിലോട്ട് നെഗറ്റീവ് പവേഴ്സും ലെഫ്റ്റ് സൈഡിലോട്ട് പോസിറ്റീവ് പവേഴ്സ് ആണ് വരിക. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ച എക്സാമ്പിൾ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 3586.265. അപ്പൊ ഇതിന്റെ ഫ്രാക്ഷണൽ പാർട്ടാണ് 265. അവിടെ വരിക 10ന്റെ നെഗറ്റീവ് പവേഴ്സ് ആയിരിക്കും. ഇന്റിജർ പാർട്ടാണ് 3586. അതിൽ ഓരോ പൊസിഷനും വരിക 10ന്റെ പോസിറ്റീവ് പവേഴ്സ് ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് ആ വാല്യൂ വന്നതെന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ
ബാക്കിയുള്ള നമ്പർ സിസ്റ്റങ്ങൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമുക്ക് അടുത്ത നമ്പർ സിസ്റ്റത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത വരുന്നത് ബൈനറി നമ്പർ സിസ്റ്റം ആണ്. ഇപ്പൊ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് 10 സിമ്പിൾസ് ആണ് ഉപയോഗിച്ചെങ്കിൽ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ആകെ 2 സിമ്പിൾസേ വരുന്നുള്ളൂ. അത് 0യും 1ഉം ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പൊ ബൈനറി നമ്പർ സിസ്റ്റം ഒരു റാഡിക്സ് 2 നമ്പർ സിസ്റ്റം ആണ്. ഇനി നമ്മൾ ഡെസിമൽ നമ്പറിൽ പറഞ്ഞു അതിന്റെ ബേസ് 10 ആണ്. അപ്പൊ ഒരു ഡെസിമൽ നമ്പർ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഓരോ പൊസിഷന്റെയും വെയിറ്റ് എന്തായിരുന്നു? 10ന്റെ പവേഴ്സ് ആണ്. കാരണം അതിന്റെ ബേസ് 10 ആണല്ലോ. എന്ന് പറയുന്നത് പോലെ നിങ്ങളൊരു ബൈനറി നമ്പറിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഓരോ പൊസിഷന്റെയും വെയിറ്റ് 2ന്റെ പവേഴ്സ് ആയിരിക്കും. കാരണം അവിടുത്തെ ബേസ് എന്താണ്? 2 ആണ്. ഇപ്പൊ നമ്മൾ ഈ എക്സാമ്പിൾ കണ്ടു, ഓരോ പൊസിഷന്റെയും വെയിറ്റ് 10ന്റെ പവേഴ്സ് ആണ്. കാരണം ഇത് ഡെസിമൽ നമ്പർ ആണ്, അതിന്റെ ബേസ് 10 ആയിരുന്നു. അപ്പൊ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ബൈനറി നമ്പർ സിസ്റ്റം ആണ്. അവിടുത്തെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ആ നമ്പർ സിസ്റ്റത്തിൽ ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഓരോ പൊസിഷന്റെയും വെയിറ്റ് എന്ന് പറയുന്നത് 2ന്റെ പവേഴ്സ് ആയിരിക്കും. അത് തന്നെ നമ്മൾ നേരത്തെ കണ്ട അതേ രീതിയിലാണ് പോകുന്നത്. ഡെസിമൽ പോയിന്റിന്റെ റൈറ്റ് സൈഡിലോട്ട് പോയാൽ 2ന്റെ നെഗറ്റീവ് പവേഴ്സും ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോയാൽ 2ന്റെ പോസിറ്റീവ് പവേഴ്സ് ആണ്. ഇപ്പൊ 10ന്റെ പവേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, 2ന്റെ പവേഴ്സ് നമുക്ക് അറിയാതിരിക്കാം. നമുക്ക് ജസ്റ്റ് 2ന്റെ പവറുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതാം. ഇപ്പൊ 2ന്റെ പവർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 റൈസ് ടു 0. നമുക്കറിയാം എനി നമ്പർ റൈസ് ടു 0 1 ആണ്. അടുത്ത വരുന്ന 2 റൈസ് ടു 1 എന്ന് പറയുന്നത് 2 തന്നെയാണ്. പിന്നെ 2 റൈസ് ടു 2 എന്ന് പറയുന്നത് 4 ആണ്. 2ന്റെ ഒരു കുറച്ച് ഒരു 2 റൈസ് ടു 10 വരെയുള്ള പവേഴ്സ് എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു 2 റൈസ് ടു 10 വരെയുള്ള പവേഴ്സ് നമുക്ക് പെട്ടെന്ന് അറിഞ്ഞിരിക്കണം. 2 റൈസ് ടു 3 എന്ന് പറയുന്നത് 8 ആണ്. 2 റൈസ് ടു 4 16 ആണ്. 2 റൈസ് ടു 5 32. 2 റൈസ് ടു 6 64. 2 റൈസ് ടു 7 128. 2 റൈസ് ടു 8 256. 2 റൈസ് ടു 9 2 റൈസ് ടു 9 2 റൈസ് ടു 9 എന്ന് പറയുന്നത് 512 ആണ്. ഇനി 2 റൈസ് ടു 10 എന്ന് പറയുന്നത് 1024 ആണ്. പിന്നെ 2 റൈസ് ടു 11 എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഇരട്ടി ആയിരിക്കും വരിക, 2048. പക്ഷെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 2 റൈസ് ടു 10 വരെയുള്ള പവേഴ്സ് എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ പക്ഷെ നമ്മൾ നമ്പർ സിസ്റ്റം അറിയുമ്പോൾ 2ന്റെ പോസിറ്റീവ് പവറുകൾ മാത്രം പോരാ, നമുക്ക് 2ന്റെ നെഗറ്റീവ് പവേഴ്സ് ആവശ്യം വരും. കാരണം നമുക്കറിയാം ഡെസിമൽ പോയിന്റിന്റെ റൈറ്റ് സൈഡിലോട്ട് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ആ ബേസിന്റെ നെഗറ്റീവ് പവേഴ്സ് ആണ് നമുക്ക് ആവശ്യം. അപ്പൊ നിങ്ങൾ കുറച്ച് 2ന്റെ നെഗറ്റീവ് പവേഴ്സും കൂടെ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്കതൊരു 4 എണ്ണം മതിയാവും. 2 റൈസ് ടു -1 2 റൈസ് ടു -2 2 റൈസ് ടു നമുക്ക് ആവശ്യം വരും. അപ്പൊ 2 റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1/2 എന്ന് പറഞ്ഞാൽ 0.5. 2 റൈസ് ടു -2 എന്ന് പറഞ്ഞാൽ 1/2 റൈസ് ടു 2 ആണ്. എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. 2 റൈസ് ടു -3 എന്ന് പറഞ്ഞാൽ 1/8 ആണ് വരിക. 1/8 കാൽക്കുലേറ്റ് ചെയ്താൽ 0.125 ആണ് വരിക. 2 റൈസ് ടു -4 എന്ന് പറഞ്ഞാൽ 1/16 ആണ് വരിക. 1/16 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 0.065 ആണ് കിട്ടുക. അപ്പൊ ഇത്രയെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. 2ന്റെ ആദ്യത്തെ 10 പോസിറ്റീവ് പവേഴ്സും ഒരു ആദ്യത്തെ 4 നെഗറ്റീവ് പവേഴ്സും എത്ര അറിയാമെങ്കിൽ നമുക്ക് ആ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. ഇപ്പൊ പോസിറ്റീവ് പവേഴ്സ് നിങ്ങൾക്ക് മിക്കവാറും ഓൾറെഡി അറിയാം. നിങ്ങളൊന്ന് 2ന്റെ നെഗറ്റീവ് പവേഴ്സും കൂടെ ഒന്ന് നോട്ട് ചെയ്താൽ മതി. 2 റൈസ് ടു -1 0.5, 2 റൈസ് ടു -2 0.25, 2 റൈസ് ടു -3 0.125, 2 റൈസ് ടു -4 0.0625. അപ്പൊ അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ 2ന്റെ പോസിറ്റീവ് നെഗറ്റീവ് പവേഴ്സും പഠിച്ചത്? കാരണം നമുക്കൊരു ബൈനറി നമ്പർ തന്നാൽ ഓരോ ബൈനറി നമ്പറിന്റെ ഓരോ പൊസിഷനും ഒരു വെയിറ്റ് ഉണ്ടാവും. ആ വെയിറ്റ് എന്ന് പറയുന്നത് അതിന്റെ ബേസ് ആയിട്ടുള്ള 2ന്റെ പവറുകളായിരിക്കും. നമ്മൾ ഡെസിമലിൽ കണ്ട പോലെ തന്നെ 2ന്റെ പവറുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ 2ന്റെ പവറുകൾ അറിഞ്ഞിരിക്കണം. അത് തന്നെ ഡെസിമൽ പോയിന്റിന്റെ റൈറ്റ് സൈഡിലോട്ട് നെഗറ്റീവ് പവേഴ്സും ലെഫ്റ്റ് സൈഡിലോട്ട് പോസിറ്റീവ് പവേഴ്സും ആണ്. നമുക്കതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇവിടെ ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ തന്നെ നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ അവരവിടെ ഞാൻ തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് 10 1 1 1
0.10 ബ്രാക്കറ്റ് ഇട്ട് അതിന്റെ ബേസ് എത്രയാന്നുള്ളത് സൈഡിൽ എഴുതും. അപ്പൊ നിങ്ങളിവിടെ നോക്കിയാൽ ഇതൊരു ബൈനറി നമ്പർ ആണ്. ഇതിന്റെ ബേസ് 2 ആണെന്ന് സൈഡിൽ എഴുതിയിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ബൈനറി നമ്പർ. അപ്പൊ 10111.101 ആണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ. ഇനി നമുക്കറിയാം ഇതിൽ ഓരോ നമ്മൾ ഡെസിമലി പറഞ്ഞ പോലെ തന്നെ ഓരോ പൊസിഷനും ഒരു വെയിറ്റ് ഉണ്ടാവും. എന്ന് പറയുന്നത് എന്തിന്റെ പവർ ആണ്? 2ന്റെ പവർ ആണ്. ഇവിടുത്തെ ബേസ് 2 ആയതുകൊണ്ട് തന്നെ ഓരോ പൊസിഷന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2ന്റെ പവർ ആണ്. അത് തന്നെ ഈ ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ 2ന്റെ പോസിറ്റീവ് പവറുകളായിരിക്കും. സോ ഇതിന്റെ ഈ പൊസിഷന്റെ വെയിറ്റ് 2⁻²0, ഇത് 2⁻1, ഇത് 2⁻2, 2⁻3, ഈ പൊസിഷൻ വരുന്നത് 2⁻4. ഇനി നമ്മുടെ ഡെസിമൽ പോയിന്റിന്റെ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 2ന്റെ നെഗറ്റീവ് പവേഴ്സ് ആണ് വരിക. 2⁻1, 2⁻2, 2⁻3. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നമുക്കൊരു ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ട്. ഞാൻ ആ ഡെസിമൽ നമ്പറിന്റെ ഓരോ പൊസിഷന്റെയും വെയിറ്റ് ആണ് എഴുതിയിരിക്കുന്നത്. ഈ പൊസിഷന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസിന്റെ പവറുകളായിരിക്കും. നമ്പർ സിസ്റ്റം ബൈനറി ആയതുകൊണ്ട് തന്നെ അതിന്റെ ബേസ് 2 ആണ്. ഇനി നമ്മൾ അതിന്റെ ഇക്വലന്റ് വാല്യൂ കിട്ടണമെങ്കിൽ എന്താ ചെയ്യാം? നമ്മൾ ഡെസിമൽ ചെയ്ത പോലെ തന്നെ ആ ഓരോ ഡിജിറ്റിനെയും അതിന്റെ പൊസിഷണൽ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ആഡ് ചെയ്യുന്നു. നമ്മൾ ഡെസിമലിൽ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ. അപ്പൊ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1 × 2⁻4 പ്ലസ് സെക്കൻഡ് നമ്പർ 0 ആണ്. 0 × 2⁻3 നമ്മൾ ചെയ്യണ്ട. അപ്പൊ അത് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അത് പോയി. അടുത്തത് 1 × 2⁻2, പിന്നെ വരുന്നത് 1 × 2⁻1 പ്ലസ് പിന്നെ വരുന്നത് 1 × 2⁻0 പ്ലസ് പിന്നെ വരുന്ന നെഗറ്റീവ് പവേഴ്സ് ആണ്. 1 × 2⁻−1, 1 × 2⁻−1 പ്ലസ് അടുത്ത ഡിജിറ്റ് 0 ആയതുകൊണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ആയി പോകും. പിന്നെ വരുന്നത് 1 × 2⁻−3 ആണ്. 1 × 2⁻−3 ആണ്. അപ്പൊ നമ്മളിത് കമ്പ്യൂട്ട് ചെയ്ത് നോക്കിയാൽ 2⁻4 എന്ന് പറയുന്നത് 16 ആണ്. 2⁻2 എന്ന് പറയുന്നത് 4 ആണ്. 2⁻1 2 ആണ്. 2⁻0 1 ആണ്. 1 × 1 1 പ്ലസ് 2⁻−1 0.5. അതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവ് പവേഴ്സ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞത്. 2⁻−3 എന്ന് പറയുന്നത് 0.25 ആണ്. 0.125 ആണ്. ഇത് നിങ്ങൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 16 + 4 + 2 + 1 23 വരും. 0.5 + 0.125 0.625 വരും. ഇതാണ് നമുക്ക് കിട്ടുക. ഇതാണ് ഈ തന്നിരിക്കുന്ന ബൈനറി നമ്പറിന്റെ ഇക്വലന്റ് ഡെസിമൽ വാല്യൂ. അപ്പൊ നമ്മളിപ്പോ ആകെ ചെയ്തത് നമുക്കൊരു ബൈനറി നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. ആ ബൈനറി നമ്പറിന്റെ ഓരോ പൊസിഷനും ഒരു വെയിറ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ പൊസിഷണൽ വെയിറ്റ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഈ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പർ, ഈ തന്നിരിക്കുന്ന ബൈനറി നമ്പറിന്റെ ഡെസിമൽ വാല്യൂ ആണ്. എന്താ ഈ ഡെസിമൽ വാല്യൂയുടെ പ്രസക്തി? നമുക്കറിയാവുന്ന ഏക നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ വേറെ ഏത് നമ്പർ സിസ്റ്റം ആയാലും, ബൈനറി നമ്പർ സിസ്റ്റം ആയാലും, ഒക്ടൽ നമ്പർ സിസ്റ്റം ആയാലും, ഹെക്സാഡെസിമൽ ആയാലും, ഡെസിമലിലോട്ട് വന്നാലേ നമുക്ക് അതിന്റെ വാല്യൂ എത്രയാന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ആ പൊസിഷണൽ വെയിറ്റ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതിന്റെ ഡെസിമൽ വാല്യൂ ആണ്. ഈ തന്നിരിക്കുന്ന ബൈനറി നമ്പർ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ 23.625 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഒരു കാര്യം കൺക്ലൂഡ് ചെയ്യാം. ഒരു ബൈനറി നമ്പറിനെ, നിങ്ങൾക്കൊരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്, അതിന്റെ പൊസിഷണൽ വെയിറ്റ് വെച്ച് നമ്മൾ അതിനെ വാല്യുവേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് അതിന്റെ ഡെസിമൽ വാല്യൂ ആയിരിക്കും. അപ്പൊ ഒരു ബൈനറി നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിനെ നിങ്ങൾ പൊസിഷണൽ വെയിറ്റ്സ് വെച്ച് നിങ്ങൾ വെയിറ്റഡ് സം ചെയ്യണമെന്ന് പറയുന്നത്. പൊസിഷണൽ വെയിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ആഡ് ചെയ്യല്ലേ, അപ്പൊ അതിന് വെയിറ്റഡ് സം എന്നാ പറയാം. അപ്പൊ ഒരു ബൈനറി നമ്പറിനെ വെയിറ്റഡ് സം ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഡെസിമൽ വാല്യൂ കിട്ടും. ഓക്കെ, നമ്മൾ സൈഡിലോട്ട് വന്നാൽ നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റത്തെ പറ്റിയാണ് പറഞ്ഞത്. അവിടെ 2 സിമ്പിൾസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ ബേസ് 2 ആണ്. അപ്പൊ ഓരോ പൊസിഷന്റെയും വെയിറ്റ് എന്ന് പറയുന്നത് 2ന്റെ പവേഴ്സ് ആയിരിക്കും. അത് തന്നെ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ 2ന്റെ നെഗറ്റീവ് പവേഴ്സ്, ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ 2ന്റെ പോസിറ്റീവ് പവേഴ്സ്. ഇവിടെ ഡെസിമൽ നമ്പർ സിസ്റ്റമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. കാരണം ഇവിടെ ആകെ വ്യത്യാസം വരുന്ന ബേസ് എന്ന് പറയുന്ന വാല്യൂ മാത്രമാണ്. ബേസ് അവിടെ 10 ആയിരുന്നെങ്കിൽ ഇവിടെ 2 ആണ്. ഇനി നമുക്കൊരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്. ആ ബൈനറി നമ്പറിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ, ഈ എക്സാമ്പിൾ ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത്,
ആ ബൈനറി നമ്പറിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിനെ വെയിറ്റഡ് സം ചെയ്യാന്ന് പറയും നമ്മൾ. വെയിറ്റഡ് സം എന്ന് പറഞ്ഞാൽ ഓരോ പൊസിഷന്റെയും വെയിറ്റ് വെച്ച് ആ പൊസിഷനെ മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്ത് എഴുതുന്നതിനാണ് വെയിറ്റഡ് സം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ബൈനറി നമ്പർ തന്നു കഴിഞ്ഞാൽ അതിനെ വെയിറ്റഡ് സം ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഡെസിമൽ വാല്യൂ കിട്ടും. ഓക്കെ, അതാണ് ഇപ്പൊ പറഞ്ഞത്. ബൈനറി നമ്പറിന് വെയിറ്റഡ് സം ചെയ്താൽ ഡെസിമൽ വാല്യൂ കിട്ടും. അപ്പൊ എന്താണ് ബൈനറി നമ്പർ എന്നുള്ളത് മനസ്സിലായി കാണും. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, ഇനി നമുക്ക് ബൈനറി സിസ്റ്റത്തിൽ നോക്കാനുള്ളത് കൺവേർഷൻ ഓഫ് ബൈനറി നമ്പർ ടു ഡെസിമൽ നമ്പർ ആണ്. ഒരു ബൈനറി നമ്പർ തന്നാൽ അതിനെ എങ്ങനെ നമ്മൾ അതിന്റെ ഡെസിമൽ വാല്യൂയിലോട്ട് മാറ്റും. അത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരു ബൈനറി നമ്പറിനെ ഡെസിമലിലോട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? യൂസിങ് പൊസിഷണൽ നൊട്ടേഷൻ അല്ലെങ്കിൽ വെയിറ്റഡ് സം ചെയ്താൽ മതി. അപ്പൊ നമ്മളിപ്പോ കണ്ടത് അതിന്റെ കൺവേർഷൻ തന്നെയാണ്. ഒരു ബൈനറി നമ്പറിനെ ഡെസിമൽ നമ്പറിലോട്ട് മാറ്റാൻ ജസ്റ്റ് അതിനെ വെയിറ്റഡ് സം ചെയ്താൽ മതി. നമുക്ക് ഒരു ജസ്റ്റ് 2 എക്സാമ്പിൾസ്. എന്താണ് വെയിറ്റഡ് സം എന്ന് മനസ്സിലായില്ല? അതായത് ജസ്റ്റ് ഓരോ ബൈനറി നമ്പർ ഓരോ പൊസിഷൻ അതിന്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതിയാൽ നിങ്ങൾക്ക് അതിന്റെ ഡെസിമൽ വാല്യൂ കിട്ടും. അപ്പൊ അത് തന്നെയാണ് ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ എന്ന് പറയുന്നത്. നമുക്ക് 1-2 എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 10.10.1. ഇപ്പൊ ഇതൊരു ബൈനറി നമ്പറാണ്. നമുക്ക് ഇങ്ങനെയാണ് തരിക. ഇതിന്റെ ഡെസിമൽ വാല്യൂ എന്താണെന്നാണ് വരിക. അപ്പൊ ഇതിന്റെ ഡെസിമൽ വാല്യൂ, ഇത് ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ ആണ്. അപ്പൊ ഇത് നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ വെയിറ്റഡ് സം എടുക്കുക. വെയിറ്റഡ് സം എന്ന് പറഞ്ഞാൽ ഓരോ പൊസിഷന്റെയും വെയിറ്റ്സ് കൊടുക്കുക. അപ്പൊ ഇത് 2:0, 2:1, 2:2, 2:3. ഇനി നമ്മുടെ ഡെസിമൽ പോയിന്റ് റൈറ്റ് സൈഡിലോട്ട് വന്നാൽ നമുക്കറിയാം നെഗറ്റീവ് പവേഴ്സ് ആണ്. 2:-1, 2:-2, 2:-3, 2:-4. അപ്പൊ എത്രയാണ് ഇവിടെ വാല്യൂ വരിക? ഫസ്റ്റ് പൊസിഷന്റെ എന്ന് പറഞ്ഞാൽ 1 × 2:2. ഇനി വെയിറ്റഡ് സം ആണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ 1 × 2:3 പ്ലസ് പിന്നെ വരുന്ന 0 ആണ്. അപ്പൊ അത് ക്യാൻസൽ ആയിപ്പോയി. പിന്നെ 1 × 2:1 പ്ലസ് പിന്നെ വരുന്നത് 0 ആണ്. അപ്പൊ അതും ക്യാൻസൽ ആയി. പിന്നെ വരുന്നത് 1 × 2:-1. ഓക്കെ, പിന്നെ വരുന്നത് 0 × ആണ്. അപ്പൊ അതും ക്യാൻസൽ ആയി. പിന്നെ വരുന്ന 1 × 2:-3 പ്ലസ് ലാസ്റ്റ് 1 × 2:-. അപ്പൊ നമ്മൾ ഓരോ പൊസിഷൻ അതിന്റെ വെയിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്തു. നമുക്ക് എത്ര വാല്യൂ വരും നോക്കാം. 1 × 2:3 എന്ന് പറയുന്നത് 2:3 8 ആണ്. അപ്പൊ 8 വരും. പിന്നെ 1 × 2 2 വരും. പിന്നെ നമുക്കറിയാം 2:-1 എന്ന് പറയുന്നത് 0.5 ആണ്. 0.5 പ്ലസ് 2:-3 എന്ന് പറയുന്നത് 0.125 ആണ്. 0.125. 2:-4ന്റെ വാല്യൂ ഞാൻ നേരത്തെ എഴുതിയിരുന്നു 0.065 ആണ്. അപ്പൊ 0.065 ആണ്. അപ്പൊ ഇത് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിയാൽ 8 + 2 10 നിങ്ങൾ ഇത് ആഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് 0.6875 കിട്ടും. ഇതാണ് ഈ തന്നിരിക്കുന്ന ബൈനറി നമ്പറിന്റെ ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിളൂടെ നോക്കാം. വേറെ ഒരു ബൈനറി നമ്പർ പറയുകയാണെങ്കിൽ 11001010. ഇതൊരു ബൈനറി നമ്പറാണ്. അപ്പൊ ഇതിന്റെ ഡെസിമൽ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? പൊസിഷണൽ വെയിറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാം കേട്ടോ. ഈ 2:0 എന്നൊക്കെ എഴുതുന്നതിന് വരെ നേരെ അതിന്റെ വാല്യൂ ഇതിന്റെ താഴെ എഴുതാം. ഇപ്പൊ നമുക്കറിയാം ഇവിടെ വരെ 2:, ഇതിന് ഡെസിമൽ പോയിന്റ് ഇല്ല. ഈ ഒരു നമ്പർ നമ്മൾ നേരത്തെ വർക്ക്ഔട്ട് ചെയ്ത എക്സാമ്പിളിന് ഡെസിമൽ പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ഇങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ നെഗറ്റീവ് പവേഴ്സ് ആണ്. ഈ ഒരു രണ്ടാമത് തന്നിരിക്കുന്ന നമ്മൾ രണ്ടാമത് വർക്ക്ഔട്ട് ചെയ്യുന്ന എക്സാമ്പിളിൽ നമുക്ക് ഡെസിമൽ പോയിന്റുകളൊന്നും വരുന്നില്ല. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ 2ന്റെ പോസിറ്റീവ് പവേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആ പവറിന്റെ വാല്യൂ നേരെ താഴെ എഴുതാം. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. നിങ്ങൾ 2:0, 2:1 എഴുതുന്നതിന് പകരം നേരെ അതിന്റെ വാല്യൂ എഴുതാം. 2:0 എന്ന് പറയുന്നത് 1 ആണ്. 2:1 എന്ന് പറയുന്നത് 4 ആണ്. പിന്നെ 8, 16, 32, 64, പിന്നെ 120. ഓക്കെ, ഇപ്പൊ ഞാൻ ചെയ്തത് നേരെ വെയിറ്റിൽ വാല്യൂ തന്നെ നേരെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ആദ്യം വരും 1 × 120.
അപ്പോൾ 128 പ്ലസ് 1 ഇൻറ്റു 64 പിന്നെ 32 ഇല്ല, കാരണം അവിടെ വാല്യൂ 0 ആണ്. പിന്നെ 16 ഇല്ല, 0 ആണ്. പിന്നെ 8 വരും. അപ്പൊ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് എക്സാമ്പിൾ ഇതാണ്. 128 നമ്മൾ പൊസിഷണൽ വെയിറ്റ്സ് കൊടുക്കുക ചെയ്തത്. 128 പ്ലസ് 64 പ്ലസ് 8 വന്നു. പിന്നെ 4 ഉണ്ടാവില്ല, അവിടെ 0 ആണ്. പിന്നെ വരുന്ന 2 ആണ്. പിന്നെ ലാസ്റ്റ് 0യും ഇല്ല. അപ്പൊ ഇത്രയാണ് നമുക്ക് അവിടെ വരുന്ന വാല്യൂസ്. ഇനി നിങ്ങൾ ഇത് ആഡ് ചെയ്താൽ മതി. അപ്പൊ 128 പ്ലസ് 64 പ്ലസ് 8 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 202 വരും. 202 ആണ് ഈ തന്നിരിക്കുന്ന ബൈനറി നമ്പറിന്റെ ഡെസിമൽ വാല്യൂ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് വെറുതെ സ്വന്തമായിട്ട് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ചെയ്തു നോക്കാം. അതിന്റെ ഡെസിമൽ ബൈനറി നമുക്ക് വാല്യൂ എത്രയാണെന്നുള്ളത്. അതുപോലെ നമുക്ക് ഓൺലൈൻ ആയിട്ട് ഒരു ഡെസിമൽ ടു കൺവേർട്ടേഴ്സ് കിട്ടും നെറ്റിലൊക്കെ. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് അത് വെച്ച് നിങ്ങൾ ചെയ്ത കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്യാൻ ചെയ്യാം. നിങ്ങൾക്ക് റാൻഡം ആയിട്ട് ഒരു ബൈനറി നമ്പർ എടുത്ത് അതിന്റെ വാല്യൂ വെറുതെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്യുന്ന പോലെ എഴുതുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതായത് നമുക്കപ്പോ വെറുതെ 2ന്റെ ഒരു പവർ, ഇതിന്റെ ഒരു ഇങ്ങനെ എഴുതുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ 2ന്റെ ഒരു പവർ ഇടയിൽ സ്കിപ്പായി പോകരുത്. അങ്ങനെ ഒരു തെറ്റിടയ്ക്ക് വരാറുണ്ട്. അതായത് നിങ്ങൾ ചിലപ്പോൾ ഈ 1 2 4 8 എന്ന് എഴുതി പോകുമ്പോൾ അറിയാതെ ചിലപ്പോൾ ഇവിടുന്ന് ഒരു 2ന്റെ പവർ അങ്ങ് സ്കിപ്പായി പോകും. അപ്പോൾ ആ വാല്യൂ തെറ്റിപ്പോകും. നിങ്ങളിപ്പോൾ 32 മറന്നു പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ തെറ്റാണ്. കാരണം 16 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അങ്ങനെ സംഭവിച്ചാൽ. അപ്പൊ ഏറ്റവും ബെസ്റ്റ് 2ന്റെ പവർ ആയിട്ട് എഴുതിയിട്ട് പിന്നെ വാല്യൂസ് വെച്ച് എഴുതുന്നതാണ് നല്ലത്. 2⁻0, 2⁻1, 2⁻3 നൊട്ടേഷൻ കൊടുത്തിട്ട് പിന്നെ അതിന്റെ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇങ്ങനെ എഴുതുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വർക്ക്ഔട്ട് ചെയ്ത 2 എക്സാമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ 2 ബൈനറി നമ്പേഴ്സിനെ നമ്മൾ ഡെസിമൽ വാല്യൂ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് വെയ്റ്റഡ് സം ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്. ബൈനറി നമ്പറിന് നമുക്ക് അതിന്റെ ഡെസിമൽ വാല്യൂയിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ വെയ്റ്റഡ് സം എടുക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം എന്താന്ന് കണ്ടു. ഒരു ബൈനറി നമ്പറിന്റെ പൊസിഷണൽ വെയിറ്റ്സ് എന്താന്ന് കണ്ടു. പൊസിഷണൽ വെയിറ്റ്സ് എന്ന് പറയുന്നത് 2ന്റെ പവേഴ്സ് ആയിരിക്കും. പിന്നെ നമ്മൾ നോക്കിയത് എങ്ങനെ ഒരു ബൈനറി നമ്പറിനെ അതിന്റെ ഡെസിമൽ വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അത് ജസ്റ്റ് പൊസിഷണൽ വെയിറ്റ്സ് അപ്ലൈ ചെയ്യാം, അതിന്റെ സം എടുക്കുക, അത്രയും. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് അതിന്റെ റിവേഴ്സ് പ്രോസസ് ആണ്, കൺവേർഷൻ ഫ്രം ഡെസിമൽ ടു ബൈനറി നമ്പർ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഇനി വരുന്ന കൺവേർഷൻ. അതായത് നിങ്ങൾക്കൊരു ഡെസിമൽ വാല്യൂ തന്നു, എങ്ങനെ അതിന്റെ ബൈനറി നമ്പർ കണ്ടുപിടിക്കാമെന്ന്. അത് അത്ര സ്ട്രേറ്റ് ഫോർവേഡ് അല്ല, നമ്മൾ നേരത്തെ നോക്കിയ പോലെ. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. അപ്പൊ അതിന് മുന്നേ നിങ്ങൾക്കൊരു ഡെസിമൽ, ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ തന്നെ നോക്കാം. നിങ്ങൾക്കൊരു ഇതിപ്പോ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് ഇതൊരു ഡെസിമൽ നമ്പർ ആണ്, 112.8125. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇതിനൊരു ഇന്റിജർ പാർട്ടും ഉണ്ട്, ഒരു ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. ഇന്റിജർ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡ് 112. ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നത് ഡെസിമൽ പോയിന്റ് റൈറ്റ് സൈഡ് 8125. അപ്പൊ ഇതിനെ രണ്ടിനെയും ബൈനറി ആക്കുന്ന മെത്തേഡ് ഡിഫറെന്റ് ആണ്. ഇന്റിജർ പാർട്ടിനെ ബൈനറി ആക്കാൻ ഒരു മെത്തേഡും ഫ്രാക്ഷണൽ പാർട്ടിനെ ബൈനറി ആക്കാൻ നമുക്ക് വേറൊരു മെത്തേഡാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇന്റിജർ പാർട്ടിനെയും ഫ്രാക്ഷണൽ പാർട്ടിനെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ബൈനറി ആക്കി അതിനുശേഷം ഇതിനെ ഒരുമിച്ച് എഴുതണം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഇതിന്റെ ഇന്റിജർ പാർട്ട് എന്ന് പറയുന്നത് 112 ആണ്. അപ്പൊ ഇന്റിജർ പാർട്ടിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് ഷോർട്ട് ഡിവിഷൻ ബൈ 2 ആണ് വിത്ത് റിമൈൻഡർ. അതെന്താണെന്നുള്ളത് നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഫ്രാക്ഷണൽ പാർട്ടിനെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഷോർട്ട് മൾട്ടിപ്ലിക്കേഷൻ ബൈ 2 ആണ്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ തന്നെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 112.8125. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഇന്റിജർ പാർട്ട് എടുക്കാം. 1 ഇന്റിജർ പാർട്ട്. ഇന്റിജർ പാർട്ട് വരുന്നത് 112 ആണ്. ഓക്കെ, അപ്പൊ ഇന്റിജർ പാർട്ടിനെ ബൈനറി ആക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിനെ വിളിക്കുന്നത് ഷോർട്ട് ഡിവിഷൻ ബൈ 2 വിത്ത് റിമൈൻഡർ ആണ്. അപ്പൊ നിങ്ങൾ ഇതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഷോർട്ട് ഡിവിഷൻ എന്ന് വെച്ചാൽ ഒറ്റ സ്റ്റെപ്പ്. അപ്പം 112നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിന്റെ കോഷ്യന്റ് 56 ആണ് വരുന്നത്, റിമൈൻഡർ 0 ആണ്. അപ്പൊ നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യേണ്ടത് റിമൈൻഡർ ഈ സൈഡിൽ എഴുതുക, കോഷ്യന്റ് താഴെ എഴുതുക. അപ്പൊ 112നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് എന്ന് പറയുന്നതിന്റെ നേരെ പകുതി 56 ആണ് വരിക. അത് ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ അവിടെ റിമൈൻഡർ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ റിമൈൻഡർ സൈഡിൽ 0 എന്ന് എഴുതാം. എന്നിട്ട് ഈ കിട്ടിയ കോഷ്യന്റിനെ നമ്മൾ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും.
ഇനി അടുത്ത 56 ആണ് വരുന്നത്. 56നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ നേരെ പകുതി. 56 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ അതിന് റിമൈൻഡർ ഉണ്ടാവില്ല. അതിന്റെ കോഷ്യന്റ് എന്ന് പറയുന്നത് 28 ആണ് വരിക. ഓക്കെ, ഇനി 28ഉം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 28 അഗെയിൻ ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് അതിന് റിമൈൻഡർ ഉണ്ടാവില്ല. റിമൈൻഡർ 0 ആണ് വരിക. അതിന്റെ കോഷ്യന്റ് വരിക 14, നേരെ പകുതി. ഇനി 14 അഗെയിൻ ഈവൻ നമ്പർ ആയതുകൊണ്ട് അവിടെ റിമൈൻഡർ ഉണ്ടാവില്ല. റിമൈൻഡർ 0 ആയിരിക്കും. 14ന്റെ പകുതി കോഷ്യന്റ് വരിക 7 ആണ്. 7 ഒരു ഓഡ് നമ്പർ ആണ്. അപ്പൊ 7 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരും. ഇവിടെ നമുക്ക് റിമൈൻഡർ ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 0 വരുള്ളൂ. കാരണം നമ്മൾ 2 കൊണ്ടാണല്ലോ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് റിമൈൻഡർ വരാവുന്ന 1 അല്ലെങ്കിൽ 0 ആണ്. ഓക്കെ, അപ്പൊ 7നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആയിരിക്കും. കോഷ്യന്റ് വരിക 3 ആയിരിക്കും. ഇനി അഗെയിൻ 3നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത് 3 അഗെയിൻ ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് റിമൈൻഡർ 1 ആയിരിക്കും. കോഷ്യന്റും 1. പിന്നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കഴിഞ്ഞു. അപ്പൊ നമുക്ക് 1 കിട്ടുന്നത് വരെ നമുക്ക് ഡിവൈഡ് ചെയ്ത് ഷോർട്ട് ഡിവിഷൻ ചെയ്ത് പോവുക. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്ത ആകെ നമ്മൾ ആ നമ്പറിനെ എടുത്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യന്റിന് താഴെ എഴുതുന്നു, റിമൈൻഡറിനെ സൈഡിൽ എഴുതുന്നു. ഓക്കെ, അപ്പൊ ഓഡ് നമ്പർ ആണെങ്കിൽ റിമൈൻഡർ 1 വരും, ഈവൻ നമ്പർ ആണെങ്കിൽ റിമൈൻഡർ 0 വരും. അത്രയാണ് നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാർട്ടിങ് ഫ്രം ബോട്ടം നമ്മൾ ഇങ്ങനെ ഒരു ആരോ മാർക്ക് കൊടുക്കുക. എന്നിട്ട് താഴെ നിന്ന് മുകളിലോട്ട് ഈ നമ്മുടെ റിമൈൻഡേഴ്സിനെ എടുത്തെഴുതുക. 1 1 1 0 0 0 0. ഇതാണ് ഈ ഇന്റിജർ പാർട്ടിന്റെ ബൈനറി വാല്യൂ. 112 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന്റെ ബൈനറി വാല്യൂ എന്ന് പറയുന്നത് 111000 ആണ്. ഇത് നമുക്ക് ഇപ്പൊ തന്നെ വേണമെങ്കിൽ വെരിഫൈ ചെയ്ത് നോക്കാൻ പറ്റും. ഇതെങ്ങനെ ഈ ബൈനറി നമ്പറിനെ എങ്ങനെ തിരിച്ച് നമ്മൾ അതിന്റെ ഡെസിമൽ വാല്യൂലോട്ട് കൊണ്ടുപോവുക? തിരിച്ച് 112ലോട്ട് വരുന്നത് അതിന്റെ പൊസിഷണൽ വെയിറ്റ് വെച്ചാണ്. അതാണ് തൊട്ട് മുന്നേ കണ്ടത്. ഒരു ബൈനറി നമ്പറിനെ എങ്ങനെ ഡെസിമലിലോട്ട് കൊണ്ടുപോകും, അത് ജസ്റ്റ് പൊസിഷണൽ വെയിറ്റ് കൊടുത്താൽ മതി. അപ്പൊ പൊസിഷണൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ 1 2 4 8 16 32 64. 64 പ്ലസ് 32 പ്ലസ് 16 112 ആണ് വരിക. അപ്പൊ നിങ്ങൾക്ക് ആ കിട്ടുന്ന റിസൾട്ടിന് അപ്പൊ തന്നെ വെരിഫൈ ചെയ്ത് നോക്കാം കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ഇന്റിജർ പാർട്ട്, ഒരു തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിന്റെ ഇന്റിജർ പാർട്ടിനെ ബൈനറി ആക്കുന്നത്. ജസ്റ്റ് അതിന് 2 കൊണ്ട് ഷോർട്ട് ഡിവിഷൻ ചെയ്യാം. കിട്ടുന്ന റിമൈൻഡർ സൈഡിൽ എഴുതുക, കോഷ്യന്റ് താഴെ എഴുതുക. അങ്ങനെ 1 വരെ പോവാം. അപ്പൊ നമുക്ക് എന്നിട്ട് താഴേന്ന് മുകളിലോട്ട് ആ കിട്ടിയ റിമൈൻഡേഴ്സിനെ എടുത്തെഴുതുക. അതായിരിക്കും നമ്മുടെ ഗിവൺ ഡെസിമൽ നമ്പറിന്റെ ബൈനറി വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 112 കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്നത് നമ്മുടെ ഫ്രാക്ഷണൽ പാർട്ടാണ്. ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നത് 8.8125 ആണ് നമ്മുടെ ഫ്രാക്ഷൻ പാർട്ട്. ഇതിൽ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇതിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആണ്. അതായത് നമ്മൾ നേരത്തെ ഷോർട്ട് ഡിവിഷൻ ബൈ 2 ആണ് ഇന്റിജർ പാർട്ട്. അത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ PPT-ലും. നമ്മൾ 112നെ 2 കൊണ്ട് ഷോർട്ട് ഡിവിഷൻ ചെയ്യുന്നു, റിമൈൻഡേഴ്സിനെ നമ്മൾ സൈഡിൽ എഴുതുന്നു, എന്നിട്ട് നമ്മൾ താഴേന്ന് മുകളിലോട്ട് എടുത്തെഴുതുന്നു. അങ്ങനെയാണ് നമുക്ക് അതിന്റെ ബൈനറി വാല്യൂ കിട്ടുക. ഇനി നമുക്ക് ഫ്രാക്ഷണൽ പാർട്ട് നോക്കാം. അപ്പൊ ഫ്രാക്ഷണൽ പാർട്ടിന്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് മൾട്ടിപ്ലിക്കേഷൻ ബൈ 2 ആണ്. അപ്പൊ നമുക്ക് ആ ഫ്രാക്ഷണൽ പാർട്ടിനെ ആദ്യം എടുത്ത് എഴുതാം. 0.8125 ആണ് ഷോർട്ട് മൾട്ടിപ്ലിക്കേഷൻ ബൈ 2, അതായത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 8125, അതായത് 8125ന്റെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ നേരെ ഇരട്ടി പറയുമ്പോൾ 16250 വരും. 16250, 4 ഡെസിമൽ പോയിന്റ് ഉണ്ട്. അപ്പൊ ഇവിടെ വരും. അപ്പൊ 1.625 ആണ് ആ വാല്യൂ വരിക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ ഇന്റിജർ പാർട്ടിനെ സൈഡിലോട്ട് എടുത്തെഴുതാം. ഇവിടെ നമ്മൾ 1.625 ആണ് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട്. അപ്പൊ അതിന്റെ ഇന്റിജർ പാർട്ട് എന്ന് പറയുന്നത് 1 ആണ്. ശേഷം അതിന്റെ ഡെസിമൽ പാർട്ട് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നത് 0.625 ആണ്. അതിനെ താഴോട്ട് എടുത്തെഴുതാം. 0.625. നമ്മളിപ്പോ ചെയ്തത് എന്താണ്? നമ്മൾ തന്നിരിക്കുന്ന ഫ്രാക്ഷണൽ പാർട്ടിന് എടുത്ത് എഴുതി, എന്നിട്ട് അതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ 8100 അങ്ങനെ ആലോചിച്ചാൽ മതി. 8125നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നേരെ ഇരട്ടി 16250. അപ്പോൾ എന്നിട്ട് അതിന്റെ ഡെസിമൽ പോയിന്റ് എത്രയുണ്ട്? 4 പോയിന്റ്. 1.625 ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഈ വാല്യൂവിന്റെ ഇന്റിജർ പാർട്ടിനെ സൈഡിലോട്ട് എടുത്ത് എഴുതുക, ഡെസിമൽ പാർട്ടിനെ അല്ലെങ്കിൽ അതിന്റെ ഫ്രാക്ഷണൽ പാർട്ടിനെ നമ്മൾ താഴോട്ട് എടുത്ത് എഴുതുക. അപ്പൊ 0.625 ആണ് ഫ്രാക്ഷണൽ പാർട്ട്. അതിനെ ഞാൻ താഴോട്ട് എടുത്ത് എഴുതി. എന്നിട്ട് നിങ്ങൾ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അഗൈൻ 625ന്റെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നേരെ ഇരട്ടി 1280 ആണ് വരിക. ഇനി അവിടെ 3 ഡെസിമൽ പോയിന്റ് വരും. അപ്പോൾ 1.25.
0.65 into 2 നമുക്ക് കിട്ടുക 1.25 ആണ്. അഗൈൻ 1.25ന്റെ ഇന്റിജർ പാർട്ട് എന്ന് പറയുന്നത് 1 ആണ്. ഇന്റിജർ പാർട്ട് എന്ന് വെച്ചാൽ ഡെസിമലിന്റെ ലെഫ്റ്റ് സൈഡ് കേട്ടോ. അപ്പൊ ഈ ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡ്, അപ്പൊ അത് 1 ആണ്. ഇനി അതിന്റെ ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നതോ 0.25, അതെടുത്ത് താഴോട്ട് എഴുതും. അഗൈൻ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇന്റിജർ പാർട്ടിനെ റൈറ്റ് സൈഡിലോട്ട് എഴുതി, ഫ്രാക്ഷണൽ പാർട്ടിനെ എടുത്ത് താഴോട്ട് എഴുതി. വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 0.25 അല്ലെ 25നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 50. ഇവിടെ 2 ഡെസിമൽ പോയിന്റ് ഉള്ളതുകൊണ്ട് 0.50 ആണ് വരിക. അപ്പൊ 0.5 ആണ് നമുക്ക് 0.25നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുക. ഇതിന്റെ ഇന്റിജർ പാർട്ട് എന്ന് പറയുന്നത് 0 ആണ്. ഫ്രാക്ഷണൽ പാർട്ടോ 0.5 ആണ്. 0.5 into 2. 0.5 into 2 എന്ന് വെച്ചാൽ 1 ആണ്. 1.0 എന്ന് പറയാം. അപ്പൊ 1.0ന്റെ ഇന്റിജർ പാർട്ട് എന്ന് പറയുന്നത് 1 ആണ്. ഇനി നമുക്ക് എഴുതാനായിട്ട് ഫ്രാക്ഷണൽ പാർട്ട് ഒന്നുമില്ല. അപ്പൊ അവിടെ കഴിഞ്ഞു അതിന്റെ പ്രോസസ്. അപ്പൊ നമ്മളിപ്പോ ചെയ്തത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷണൽ പാർട്ട് 0.8125 ആയിരുന്നു. അത് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, റിസൾട്ടിന്റെ സൈഡിൽ എഴുതി. എന്നിട്ട് അതിന്റെ ഇന്റിജർ പാർട്ടിനെ നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് മാറ്റി എഴുതി. എന്നിട്ട് അതിന്റെ ഫ്രാക്ഷണൽ പാർട്ടിനെ നമ്മൾ താഴോട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ എഴുതി. എന്നിട്ട് വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ പോയി. എവിടം വരെ നമ്മൾ പോയി? ഫ്രാക്ഷണൽ പാർട്ട് തീരുന്നവരെ നമ്മൾ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയ ഇന്റിജർ പാർട്ട് എന്ന് വെച്ചാൽ 110 ആണ്. എന്നിട്ട് ഇവിടെ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് എടുത്ത് എഴുതുക. മുകളിൽ നിന്ന് താഴോട്ട് എടുത്ത് എഴുതുക എന്ന് പറയുമ്പോൾ 1101 തൊട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ബൈനറി വാല്യൂ, അതായത് നമ്മുടെ ഫ്രാക്ഷണൽ പാർട്ടിന്റെ ബൈനറി വാല്യൂ. അപ്പൊ 0.8125 നമ്മൾ ചെയ്തത് ഷോർട്ട് ഡിവിഷൻ ബൈ 2 ആണ്. എന്നിട്ട് നമ്മൾ ഇന്റിജർ പാർട്ടിനെ സൈഡിലോട്ട് എഴുതി. ആ ഇന്റിജർ പാർട്ട് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട്, അത് മറോർക്കണേ, കാരണം ഇന്റിജർ പാർട്ടിന് നമ്മൾ ചെയ്തത് ഷോർട്ട് ഡിവിഷൻ ബൈ 2 ആണ്. എന്നിട്ട് നമ്മൾ റിമൈൻഡേഴ്സിന് താഴെ നിന്ന് മുകളിലോട്ടാണ് എടുത്ത് എഴുതിയത്. ഇവിടെ നമ്മൾ ഫ്രാക്ഷണൽ പാർട്ടിനെ ചെയ്യുമ്പോൾ നമ്മൾ അതിന് ഷോർട്ട് മൾട്ടിപ്ലിക്കേഷൻ ബൈ 2 ആണ്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഇന്റിജർ പാർട്ടിനെ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് വേണം എഴുതാൻ. അപ്പൊ 0.8125ന്റെ ഫ്രാക്ഷണൽ എന്ന് പറയുന്ന ഫ്രാക്ഷണൽ വാല്യൂന്റെ ബൈനറി ഇക്വലന്റ് എന്ന് പറയുന്നത് 0.1101 ആണ്. ഇനി നമുക്ക് ഇതിനെ ഒരുമിച്ച് എഴുതാം. നമുക്ക് രണ്ടിന്റെയും കിട്ടി. അപ്പൊ ഇതിന്റെ റിസൾട്ട് വരിക, നമ്മൾ 128ന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 1110000. പോയിന്റ് അതിന്റെ ഫ്രാക്ഷണൽ പാർട്ട് ആയിട്ടുള്ള 0.8125ന്റെ നമ്മൾ കണ്ടുപിടിച്ചു, അത് 1101 ആണ്. ഇതാണ് ഈ തന്നിരിക്കുന്ന 112.8125 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന്റെ ബൈനറി വാല്യൂ. അപ്പൊ അതിവിടെ സ്ലൈഡിലും വർക്ക്ഔട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ സ്ലൈഡിലും ഇതേപോലെ ഇത് ക്ലിയർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 112നെ നമ്മൾ ഷോർട്ട് ഡിവിഷൻ ബൈ 2 ചെയ്തു, റിമൈൻഡേഴ്സ് താഴെ നിന്ന് മുകളിലോട്ട് എടുത്ത് എഴുതി. 0.8125നെ നമ്മൾ ഷോർട്ട് മൾട്ടിപ്ലിക്കേഷൻ ബൈ 2 എഴുതി. എന്നിട്ട് റിസൾട്ടന്റ് ഇന്റീജർ പാർട്ടിനെ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് എടുത്ത് എഴുതി. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്ത് നോക്കാം. വെരിഫൈ ചെയ്യുന്നത് എങ്ങനെയാ? ഇതിനെ തിരിച്ച് ഡെസിമൽ ആക്കണം. തിരിച്ച് ഡെസിമൽ ആക്കുന്നത് എങ്ങനെയാ? ഇതിന്റെ വെയിറ്റഡ് സം ഇട്ട് നോക്കിയാൽ മതി. വെയിറ്റഡ് സം ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ 112.8125 തന്നെ. അപ്പൊ ഇതാണ് നമ്മൾ ഒരു ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ബൈനറി വാല്യൂ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്. അപ്പൊ അത് നമ്മൾ അതിന്റെ ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ടാവും, ഇന്റിജർ പാർട്ടും ഉണ്ടാവും. രണ്ട് രീതിയിൽ വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാൻ. നമുക്ക് വേറൊരു എക്സാമ്പിളോട് ചെയ്ത് നോക്കാം. ഓക്കെ, വേറെ ഏതെങ്കിലും ഒരു ഡെസിമൽ നമ്പർ എടുക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഒരു 90.75. ഇതൊരു ഡെസിമൽ നമ്പറാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ബൈനറി ഇക്വലന്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് ഡെസിമൽ വാല്യൂ ഉണ്ട്, ഐ മീൻ ഈ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിന് ഇന്റിജർ വാല്യൂ ഉണ്ട്, ഫ്രാക്ഷണൽ വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ടായിട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം ഫ്രാക്ഷണൽ പാർട്ടിനെ എടുക്കുക, ഇന്റിജർ പാർട്ടിനെ എടുക്കുക 90. അപ്പൊ ഇന്റിജർ പാർട്ടിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഷോർട്ട് ഡിവിഷൻ ബൈ 2 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അതിനെ 2 കൊണ്ട് ഷോർട്ട് ഡിവിഷൻ ചെയ്യാം. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അഗൈൻ 90 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് റിമൈൻഡർ 0 ആയിരിക്കും. കോഷ്യന്റ് വരിക 45 ആണ്. 45 ഓഡ് നമ്പർ ആണ്. അപ്പൊ റിമൈൻഡർ 1 വരും. 45ന്റെ കോഷ്യന്റ് വരിക 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരിക 22 ആണ്. ഇനി അതിനെ വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ 22 അഗൈൻ ഈവൻ നമ്പർ ആണ്. അപ്പൊ റിമൈൻഡർ 0 ആണ്. 22ന്റെ കോഷ്യന്റ് വരിക 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരിക 11 ആണ്. അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 11 അഗൈൻ ഓഡ് നമ്പർ ആണ്. അപ്പൊ നമുക്ക് റിമൈൻഡർ 1 വരും. കോഷ്യന്റ് വരിക 5 ആണ്. ഓക്കെ, നമ്മൾ 2 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. അഗൈൻ ഓഡ് നമ്പർ ആണ്, 1 ആണ് വരിക. കോഷ്യന്റ് വരിക 2 ആണ്.
ഓക്കെ, അപ്പൊ നമ്മൾ 2 ആണ്, ഈവൻ നമ്പർ ആണ്, റിമൈൻഡർ 0, കോഷ്യന്റ് വരിക 1 ആണ്. 1 കിട്ടി. ഇനി നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ താഴേന്ന് മുകളിലോട്ട് റിമൈൻഡേഴ്സ് താഴേന്ന് മുകളിലോട്ട് എടുത്ത് എഴുതുക. അപ്പൊ നമുക്ക് വരിക 101 1010. ഇതാണ് നമുക്ക് വരുന്ന ബൈനറി വാല്യൂ. ഈ തന്നിരിക്കുന്ന 90 എന്ന് പറയുന്ന ഇന്റിജർ പാർട്ടിന്റെ ബൈനറി വാല്യൂ ഇതാണ് വരിക. ഇത് നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇതിനെ പൊസിഷണൽ വെയിറ്റ് വെച്ച് ആഡ് ചെയ്തെടുത്താൽ, സം ചെയ്തെടുത്താൽ നിങ്ങൾക്ക് തിരിച്ച് 90 തന്നെ കിട്ടും. ഇനി അടുത്ത നമുക്ക് അതിന്റെ ഫ്രാക്ഷണൽ പാർട്ട് നോക്കാം. ഫ്രാക്ഷണൽ പാർട്ട് വരുന്നത് 0.75 ആണ്. അപ്പൊ നമ്മൾ ഇന്റിജർ പാർട്ടിന് ഉപയോഗിച്ച മെത്തേഡ് ഷോർട്ട് ഡിവിഷൻ ബൈ 2 ആയിരുന്നെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ടിന് ഉപയോഗിക്കുന്ന മെത്തേഡ് മൾട്ടിപ്ലിക്കേഷൻ ബൈ 2 ആണ്. അപ്പൊ നേരെ ഓപ്പോസിറ്റ്, 75നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ, 0.75നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 75 × 2 എന്ന് പറഞ്ഞാൽ 150 ആണ്. അപ്പൊ 2 ഡെസിമൽ പോയിന്റ് ഉള്ളതുകൊണ്ട് 1.5. അപ്പൊ ഇതിന്റെ ഇന്റിജർ പാർട്ട് വേണം നമ്മൾ സൈഡിലോട്ട് എഴുതുക. ഇന്റിജർ പാർട്ട്, ഇതിന്റെ ഇന്റിജർ പാർട്ട് വരുന്നത് 1 ആണ്. ബാക്കി വരുന്ന ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 0.5 ആണ്. അത് താഴോട്ട് എടുത്ത് എഴുതാം. എന്നിട്ട് വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 0.5 × 2 അത് വരിക 1.0 ആണ്. ഇതിന്റെ ഇന്റിജർ പാർട്ട് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി നമുക്ക് എടുത്തെഴുതാനായിട്ട് ഫ്രാക്ഷണൽ പാർട്ട് ഒന്നുമില്ല. അപ്പൊ ഇവിടെ വെച്ച് കഴിഞ്ഞു. ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ നിന്ന്, ഇപ്പൊ ഈ ഒരു കേസിൽ മുകളിൽ നിന്ന് എഴുതിയാലും താഴോട്ട് എഴുതാനും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് മുകളിൽ നിന്ന് താഴോട്ടാണ് എഴുതുന്നത്. അപ്പൊ 0.75ന്റെ ഡെസിമൽ വാല്യൂ, ബൈനറി വാല്യൂ വരിക 0.11 ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ 90.75ന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇത് രണ്ടും കൂടെ ചേർത്ത് എഴുതുമ്പോൾ 101.10.11. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡെസിമൽ നമ്പർ ആയിട്ടുള്ള 90.75ന്റെ ബൈനറി വാല്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഡെസിമൽ നമ്പർ വരുമ്പോൾ അതിന് ഇന്റിജറും ഫ്രാക്ഷൻ പാർട്ടും ഉണ്ടെങ്കിൽ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് രണ്ടായിട്ട് വേണം ചെയ്യാൻ. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം നോക്കി. ഒരു ബൈനറി നമ്പറിനെ എങ്ങനെ ഡെസിമൽ വാല്യൂ ആക്കാന്നാണ് നേരത്തെ നോക്കിയത്. അത് ജസ്റ്റ് വെയിറ്റഡ് സം എഴുതിയാൽ നമുക്ക് അതിന്റെ ഡെസിമൽ വാല്യൂ കിട്ടും. ഇനി അടുത്ത അതിന്റെ തിരിച്ചുള്ള കൺവേർഷൻ, അതായത് ഡെസിമൽ നമ്പർ എന്നാൽ എങ്ങനെ ബൈനറി നമ്പർ ആക്കാം എന്നുള്ളതാണ് നോക്കിയത്. അപ്പൊ അത് നമുക്ക് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ രണ്ടിലും, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിന് ഒരു ഫ്രാക്ഷനും ഉണ്ടാവാം, ഇന്റിജറും ഉണ്ടാവും. രണ്ടിലും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ ഇന്റിജർ പാർട്ടിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവിഷൻ ബൈ 2ഉം ഫ്രാക്ഷണൽ പാർട്ടിന് നമ്മൾ ഉപയോഗിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ബൈ 2 ആണ്. ഈ രണ്ട് രീതിയിൽ രണ്ടും ചെയ്തിട്ട് ഒരുമിച്ച് ചേർത്ത് എഴുതുക. അതാണ് നമുക്ക് വരുന്ന ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ഇതൊന്നും ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എക്സാമ്പിൾസ് വെച്ച് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിന്റെ ഒരു ഗുണം വെച്ചാൽ നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇത് കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും. കാരണം ജസ്റ്റ് ഇതിന്റെ വെയിറ്റ്സ്, പൊസിഷണൽ വെയിറ്റ്സ് കൊടുത്തിട്ട് ആഡ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പൊ ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.